സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമകളിൽ ഒന്നായ 1991 ഇറങ്ങിയ സന്ദേശത്തെക്കുറിച്ചാണ്. സന്ദേശം. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ വച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോഴും ഇത്രയധികം പ്രസക്തമായി നിൽക്കുന്നത്? എന്താണ് ഇതിന്റെ ആ ഒരു മാജിക്? നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും സന്ദേശത്തിന് മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അതിലെ സംഭാഷണങ്ങൾ, പ്രമേയം ഒന്നും കാലഹരണപ്പെട്ടിട്ടില്ല, അല്ലേ? ഇപ്പോഴും നമ്മൾ അതൊക്കെ പറയാറുണ്ടല്ലോ. അതുതന്നെ. അപ്പൊ നമുക്ക് ആദ്യം സിനിമയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോയാലോ? 1991 കേരളം ഓർമ്മയുണ്ടല്ലോ. രാജീവ് ഗാന്ധി വധം കഴിഞ്ഞുള്ള ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം. UDF അധികാരത്തിൽ വരുന്നൊരു സമയം. സിനിമയിലാണെങ്കിൽ RDP, INSP എന്നീ സാങ്കല്പിക പാർട്ടികളും. ഇത് അന്നത്തെ ഒരു നേർചിത്രം പോലെ തോന്നിയിട്ടുണ്ട്. അതെ, ആ പ്രാദേശിക രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് അതിലുണ്ട്. പക്ഷെ ഇപ്പൊ ആഗോളതലത്തിൽ നോക്കുവാണെങ്കിൽ ഒരു വലിയ മാറ്റം നടക്കുന്ന സമയമാണത്. എന്നുവെച്ചാൽ സോവിയറ്റ് യൂണിയന്റെയൊക്കെ തകർച്ച അടുത്തെത്തിയ ഒരു കാലം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഒരു തിരിച്ചടി കിട്ടിയ സമയം. ശരിയാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് കേൾക്കാൻ. അപ്പോഴാണ് അതിന്റെ ഒരു ആഴം മനസ്സിലാവുന്നത്. വെറുമൊരു കോമഡിയല്ല. അപ്പോ അതിന് അങ്ങനെ ഒരു അന്താരാഷ്ട്ര തലം കൂടിയുണ്ടല്ലേ? അത് കൊള്ളാം. ഉണ്ട്. പ്രത്യയശാസ്ത്രം തകരുമ്പോഴും അത് സമ്മതിക്കാനുള്ള മടി, പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിലെ പൊള്ളത്തരം, അതൊക്കെ അതിൽ വരുന്നുണ്ട്. ശരിയാണ്. സിനിമയുടെ ഒരു പ്രധാന ഫോക്കസ് ഈ രാഷ്ട്രീയം വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബത്തെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് തിലകന്റെ ആ രാഘവൻ നായർ. അതുതന്നെയാണ് കാതൽ. വിരമിച്ച് കുറച്ച് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലെത്തുന്ന ഒരാൾ. അവിടെ കാണുന്നത് മുഴുസമയ രാഷ്ട്രീയക്കാരായ, എന്നാൽ വേറെ പണിയൊന്നുമില്ലാത്ത 2 മക്കളെയാണ്. ശ്രീനിവാസന്റെ പ്രഭാകരനും ജയറാമിന്റെ പ്രകാശനും. അവർ വലിയ തത്വങ്ങളൊക്കെ പറയും. പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യം അതൊന്നും ശ്രദ്ധിക്കില്ല. മകളുടെ കല്യാണത്തിന് വെച്ച സ്ഥലത്തിന്റെ ആധാരം വരെ പാർട്ടിക്കു വേണ്ടി പണയം വെക്കാൻ പോവുകയാണ്. അവിടെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്: സ്വന്തം കുടുംബം നോക്കാൻ വകയില്ലാത്തവനാണോ നാട് നന്നാക്കാൻ ഇറങ്ങുന്നത് എന്ന്. ആ ചോദ്യമാണ് സിനിമയുടെ സന്ദേശം. അതെ, അത് വളരെ ശരിയാണ്. പിന്നെ ഈ സിനിമയുടെ വിജയത്തിലെ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിനും വലിയ പങ്കുണ്ട്. തീർച്ചയായും. അവരുടെ ആ ഒരു രീതിയില്ലേ, കുടുംബ പശ്ചാത്തലത്തിൽ സാമൂഹിക വിമർശനവും ചിരിയും ചേർക്കുന്നത്, അതിതില് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തു. അതെ, അത് അവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായിരുന്നല്ലോ. ഇതിലെ കഥാപാത്രങ്ങളെ നോക്കിയാലും മതി. തിലകൻ, ശ്രീനിവാസൻ, ജയറാം, ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ അച്യുതൻ നായർ, സിദ്ദിഖിന്റെ ഉദയഭാനു, ആ കഠിനാധ്വാനിയായ ചെറുപ്പക്കാരൻ ഉദയഭാനു, പിന്നെ ശങ്കരാടിയുടെ കുമാരപിള്ള, ഇന്നസെന്റിന്റെ യശ്വന്ത് സഹായ്. ഓരോരുത്തരും മനസ്സിൽ നിൽക്കും. വെറും കൊമീഡിയൻസ് എല്ലാവരും. ഓരോ നിലപാടുകളാണ്. തിലകന്റെ ആ നിസ്സഹായതയൊക്കെ ശരിക്കും പ്രേക്ഷകരിലേക്കെത്തി. അതെ, അതുകൊണ്ടാണ് ആക്ഷേപഹാസ്യത്തിനപ്പുറം ഒരു വൈകാരിക ബന്ധം കൂടി സിനിമയ്ക്ക് വന്നത്. പിന്നെ സംഭാഷണങ്ങൾ, അതാണ് ഏറ്റവും വലിയ ലെഗസി എന്ന് തോന്നുന്നു. പോളണ്ടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ തത്വത്തിൽ ഞങ്ങൾക്കെതിരഭിപ്രായമില്ല. അതെ. പിന്നെ പ്രൊലിറ്റേറിയറ്റ്, ബൂർഷ്വാസി, ഇതൊക്കെ സാധാരണ സംഭാഷണത്തിന്റെ ഭാഗമായി മാറിയില്ലേ? മാറി. അത് തന്നെയാണ് ഈ സിനിമയെ ഒരു ക്ലാസിക് ആക്കുന്നത്. അതുകൊണ്ടല്ലേ IBN ലൈവ്, NDTV പോലുള്ള ദേശീയ മാധ്യമങ്ങൾ വരെ മികച്ച ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ ഇതിനെ പെടുത്തിയത്. ശരിയാണ്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയം തലയ്ക്കു പിടിച്ച് കുടുംബം നോക്കാതെ നടക്കുന്ന അവസ്ഥ അതെല്ലായിടത്തും കാണുമല്ലോ. അതിനൊരു സാർവത്രിക അപ്പീലുണ്ട്. സാമ്പത്തികമായി ഹിറ്റായതിനൊപ്പം സാംസ്കാരികമായും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോ ഈ ഡീപ് ഡൈവിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു പ്രധാന ചിന്ത, രാഷ്ട്രീയം മോശമാണെന്നല്ല, പക്ഷേ അതിന്റെ പേരിൽ വ്യക്തിപരമായ കടമകളും മനുഷ്യബന്ധങ്ങളും മറക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സന്ദേശം, അല്ലേ? അതുതന്നെ. കാലം എത്ര കഴിഞ്ഞാലും ആ ഓർമ്മപ്പെടുത്തലിന് ഒരു കുറവുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്നാൽ ഒരു അവസാന ചിന്ത കൂടി പറയാം. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടി ആലോചിക്കാവുന്ന ഒന്നാണ്. ഈ സിനിമ അന്ധമായ രാഷ്ട്രീയ വിധേയത്വത്തെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. പാർട്ടിക്കു വേണ്ടി എന്തും ചെയ്യുന്നതിനെ കളിയാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാനും പൊതുപ്രവർത്തനത്തെ ആകെ പുച്ഛിക്കാനും ചിലർ ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയൊരു വശം കൂടിയുണ്ടോ? ഒരു സാധ്യതയാണ്.
രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലായ്മ ഉണ്ടാക്കാൻ ഇതിലെ രംഗങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൂടി നമ്മൾ ആലോചിക്കേണ്ടേ? അതും ഈ സിനിമ നൽകുന്നൊരു ചിന്തയാണ്.